NPD കേസസിലേക്കൊക്കെ വരുന്ന സമയത്ത് അവര് സെഷൻസിലേക്ക് വളരെ റയറായിട്ടേ വരാറുള്ളൂ. ആൻഡ് NPD ക്ലയൻസ് ഒക്കെ വരാണെങ്കിൽ പോലും നമുക്ക് പോലും ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ സെഷൻസ് വേണം. ഓക്കെ, അല്ലാതെ കുറച്ച് നേരം കണ്ടതുകൊണ്ടോ ഒരു അസസ്മെന്റ് എടുത്തുകൊണ്ടോ ഒന്നും ഒരു NPD എടുക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ആലോചിക്കുക, ഒരു ക്ലയന്റ് വന്നിട്ട് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന സമയത്ത് വളരെ നോർമൽ ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക, അല്ലെ? അവർ വളരെ പ്ലസന്റ് ആയിട്ടും പ്ലീസിംഗ് ആയിട്ടും ഒക്കെയാണ് ബിഹേവ് ചെയ്യുക. ചിലപ്പോൾ ഓവറായിട്ട് നമ്മൾ പ്ലീസ് ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടാവും, അതെ അല്ലെ? പക്ഷെ എനിക്ക് പറയാൻ പറ്റുമോ, നിങ്ങളെ പറ്റി ഞാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് കപ്പിൾ സെഷനിൽ ഈ പ്രശ്നം വരും. നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ക്ലയന്റിനെ എങ്ങനെയാ ഇവാലുവേറ്റ് ചെയ്യാം? ഇവരും ഇൻഡിവിജ്വലി നമ്മളുടെ ക്ലയന്റ് അല്ലേ? മറ്റൊരാൾ വന്ന് കുറെ കംപ്ലൈന്റ്സ് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അത് വെച്ചിട്ട് ഇയാൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇയാൾ ചിലപ്പോ കുറെ മിസ്കൺസെപ്റ്റ്സ് ആയിട്ടായിരിക്കും നമ്മളെടുത്ത് വന്നിട്ടുണ്ടാവും. അതായത് എന്നെ പറ്റി കുറെ കുറ്റം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് എന്നെ ഒന്ന് പറഞ്ഞു ഉപദേശിക്കാനായിരിക്കും സെഷന് കൊണ്ടുപോകുന്നത്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാവും വരുന്നുണ്ടാവാം. അതല്ലല്ലോ നമ്മളുടെ ഇന്റൻഷൻ, അല്ലെ? ജെന്യുവൻലി ഇയാൾ ചേഞ്ചസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണോ? നിങ്ങൾ ഈ റിലേഷനിലോ അല്ലെങ്കിൽ ലൈഫിലോ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്താന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മളപ്പോ കപ്പിളായിട്ടല്ല കാണുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ടാണ് കാണുന്നത്, അതെ അല്ലെ? അപ്പൊ അയാൾ നമ്മളുടെ അടുത്ത് സേഫ് ആവുക ചിലപ്പം ഒരു ഫ്യൂ സെഷൻസ് പോകുമ്പോഴായിരിക്കും. അപ്പോഴായിരിക്കും റിയൽ പ്രോബ്ലംസും കാര്യങ്ങളും അയാൾ പറയാൻ തുടങ്ങുന്നത്, റിവീൽ ചെയ്യുന്നതോ അക്നോളജ് ചെയ്യുന്നതോ സെൽഫായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നതോ ഒക്കെ. അങ്ങനത്തെ ഒരു ഫേസിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആക്ച്വലി ഇവാലുവേഷൻ തന്നെ കിട്ടുള്ളൂ.